ഹലോ, ഗുഡ് മോർണിംഗ്. സർ സ്റ്റാർട്ട് ചെയ്യാം. ഓഡിയബിൾ അല്ലേ? ഓഡിബിൾ ആണ് സർ, ഓഡിബിൾ ആണ്. ഓക്കെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. ആദ്യമായി ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ഒരവസരം നൽകിയ ദൈവത്തിനോട് ഞാൻ ആദ്യമായി നന്ദി പറയാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ വിംബിൾ ടീമിന് മൊത്തം ഇങ്ങനെ ഒരു പ്രഭാതത്തിൽ ഈ എല്ലാവരും ഒരുമിച്ച് കൂട്ടി അവർക്കൊരു പുതിയ എനർജി കൊടുക്കാനായിട്ട് അവരെടുക്കുന്ന എഫേർട്ട് ചെറുതൊന്നുമല്ല. വിംബിൾ ടീമിനും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ എന്നെ ഇവിടെ എത്തിച്ച ഞങ്ങളുടെ ലിഫ്ന മാമിനും നിരന്തരമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഞങ്ങളുടെ ഫവാസ് സാറിനും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, എന്നെ ഞാൻ ലാസ്റ്റ് പരിചയപ്പെടുത്താം, അതല്ലേ കുറച്ചും കൂടെ ബെറ്റർ. എല്ലാവരും ആദ്യം പരിചയപ്പെടുത്തും, ഞാൻ ലാസ്റ്റ് പരിചയപ്പെടുത്താം. ഓക്കെ, ഞാൻ ഒരു മെന്റലിസ്റ്റ് ഹിപ്നോട്ടിസ്റ്റ് ഒക്കെ ആയതുകൊണ്ടാണ് ഒരു റൂബിക്സ് ക്യൂബ് ഒക്കെ ആയിട്ട് വന്നിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ പലരും ചിലപ്പോൾ ഉറക്കപ്പിച്ചിലേക്ക് ഇരുന്നിട്ട് ക്ലാസ് കേൾക്കണേ. ഈ മെഡിറ്റേഷൻ നമ്മുടെ ക്ലാസ്സിന് തൊട്ട് മുമ്പ് നടക്കുന്നത് കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതോടുകൂടി അതേ മെഡിറ്റേഷനിൽ തന്നെ ഫ്ലോ ആയിട്ട് 1 മണിക്കൂർ കൂടുതൽ ഉറങ്ങുന്ന ആളുകളും നമ്മുടെ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. അതുപോലെ കിച്ചൺ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് കേൾക്കുന്ന ആളുകൾ, പുതപ്പിന്റെ അടിയിലിരുന്ന് ക്ലാസ് കേൾക്കുന്ന ആളുകൾ, അതുപോലെ നല്ല എനർജറ്റിക് ആയിട്ട് ഫുൾ സെറ്റോടുകൂടി ക്ലാസ് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാ ഓരോരുത്തർക്കും ഞാൻ ഹാർദമായി നന്ദി പറയുന്നു. ജീവിതത്തിലുടനീളം ആയുരാരോഗ്യ സൗഖ്യങ്ങളും സുഖ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇത് റുബിക്സ് ക്യൂബ് എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ്. ലോക വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു പസിൽ ക്യൂബാണ്, ഒരു പസിൽ ഗെയിം ആണ് ഈ റുബിക്സ് ക്യൂബ് എന്ന് പറയുന്നത്. ഇതിന് റുബിക്സ് ക്യൂബ് എന്ന് പേര് വരാൻ കാരണം 1974 ഒരു ഹംഗറിയിലെ ഒരു പ്രൊഫസർ, അദ്ദേഹത്തിന്റെ പേര് എർണ റുബിക് എന്നാണ്, അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ക്യൂബാണ് ഈ റുബിക്സ് ക്യൂബ്. ഇതിനെ അദ്ദേഹം പസിൽ ക്യൂബ്, മാജിക് ക്യൂബ് എന്നൊക്കെയാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. ഇതിന്റെ വലിപ്പം 2, 2, 4, 4, 5, 5 അങ്ങനെ പല വലിപ്പത്തിലും ഇത് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇതിപ്പോ ഞാൻ എന്തെടുത്തത്, ഞാൻ ഈ സാധനവുമായിട്ട് എൻ്റെ വീട്ടിലിരുന്ന് കഴിഞ്ഞാല് അപ്പ എന്നെ വീട്ടിൽ നിന്ന് ഓടിക്കും. ഇത് അപ്പെടുത്ത് വലിച്ചെറിഞ്ഞ കളയിലാണ്. എന്ന് വെച്ചാല് ഇതുമ്മല് എനിക്ക് ഒരുപാട് സമയം പോകും. ഇത് ക്ലിയർ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ്. ഞാന് കുറച്ചു കാലം മുമ്പ് നമ്മള് 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയിട്ട് ഇതുമൂല് വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് സമയം എടുത്ത് പലതവണ ശരിയാക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ശരിയാക്കിയിട്ടില്ല എന്നല്ല, ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, അതിന്റെ വീഡിയോസ് ഒക്കെ എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതൊക്കെ അവൈലബിൾ ആണ്. എന്നിരുന്നാലും നമുക്ക് ഒരുപാട് സമയം എടുക്കും ഇതിനു വേണ്ടിയിട്ട്. അതുപോലെ നമ്മള് ഫ്രണ്ട്സ് റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതെന്റെ കൈ കിട്ടി കഴിഞ്ഞാൽ അപ്പെടുത്ത് വലിച്ചേറാണ്. എന്ന് വെച്ചാൽ ഇതുമേൽ ഇരുന്നാൽ പിന്നെ വേറെ ഒന്നും നമ്മൾ ശ്രദ്ധ കൊടുക്കൂല എന്നും പറഞ്ഞിട്ട് പിന്നെ സംസാരത്തിലേക്കൊന്നും ശ്രദ്ധ പോകില്ല, ഇതുമ്മ തന്നെ ഫോക്കസ് ചെയ്തിരിക്കും. അപ്പൊ ഇതിപ്പോ എടുത്തതെന്ന് വെച്ചാല് നമ്മ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് അങ്ങോട്ട് തുടങ്ങാലാന്ന് വിചാരിച്ചിട്ടാണ്. ഈ ക്യൂബ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യാ, ഒരു സാധാരണ നമ്മുടെ ഒരു ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട് ഒരു ന്യൂസ് പേപ്പർ ഇതിനെ ഞാനൊന്ന് പൊതിയാൻ തീരുമാനിച്ചു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം, ഇങ്ങനെ പൊതിഞ്ഞെന്ന് വിചാരിക്കാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു എഫക്റ്റ് ചെയ്യണമെന്ന് കുറച്ച് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഈ സാധനം അതേപോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, നൈസായിട്ട് ഈ സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഞാനിത് ക്ലാസ് ഇതിന്റെ ഉള്ളിലേക്ക് വെക്കാണ്. ക്ലാസ് ശ്രദ്ധയോടെ കേട്ട് കഴിയുന്നവര് നമ്മൾ എന്ത് ചെയ്യുക,
ഒന്ന് എന്നോട് ഇതൊന്ന് തുറക്കാൻ പറയണം കേട്ടോ. ലാസ്റ്റ് ഒന്ന് ഓർപ്പിക്കണം. ഞാനിപ്പോ തുറക്കൂല, ക്ലാസ്സിന് ശേഷം ഞാനിത് തുറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സംഭവം നമ്മള് കറക്റ്റ് ഇതിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടേ. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ഞാൻ സാധാരണ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ച് നമ്മൾ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ, നമ്മുടെ ഫൈസൽ സാറ് പറഞ്ഞത് ഒരു വെറൈറ്റി ആയിട്ട് ഒരു സബ്ജക്റ്റ് എടുക്കണം, അപ്പോഴാണ് ആളുകൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആവാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വിചാരിച്ച സബ്ജക്റ്റ് ഞാൻ അങ്ങോട്ട് പതിയെ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു വെറൈറ്റി ഒരു സബ്ജക്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോ ഞാന് എൻ്റെ ലൈഫിലെ ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു ലവ് സ്റ്റോറി. ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റഡ് ഒക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതിൽ ഇന്ററാക്ഷൻ സെക്ഷൻ ഇല്ല. ഈ ലവ് സ്റ്റോറിക്കൊക്കെ ഇന്ററാക്ഷൻ സെക്ഷൻ വെച്ച് കഴിഞ്ഞാല് ആ 1/2 മണിക്കൂറിലൊന്നും സംഭവം തീരൂല. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു പോവാം, അതിൽ നിന്നുള്ള സക്സസ് നിങ്ങൾ മനസ്സിലാക്കുക, അതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആവുക, ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ പ്രണയത്തെ കുറിച്ച് കാസനോയുടെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വൃദ്ധനെ 16-കാരനാക്കുന്ന അസുരനെ പോലും സ്വപ്നം കാണാൻ പഠിപ്പിച്ച പ്രണയത്തിന്റെ ഭാഷയിലൊക്കെ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാല് ഓരോ ദിനവും നേരത്തെ തുടങ്ങട്ടെ എന്നും ഓരോ പ്രഭാതവും ഓരോ പുലരിയും ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ എന്നും കൊതിച്ചു പോകുന്ന പ്രണയം. അങ്ങനെ ഒരു പ്രണയം ഞാന് എൻ്റെ ഫാമിലിയിൽ 2ാമത്തെ സൽപുത്രനായിട്ടാണ് ജനിച്ചത്. 2ാമത്തെ സൽപുത്രൻ ആയിട്ട് ജനിക്കുമ്പോൾ കുറെ പ്രത്യേകത ഉണ്ട്. അങ്ങനെ ജനിച്ചവർക്ക് അറിയാൻ പറ്റൂടാ, നമ്മള് ഒരുപാട് കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടും. വീട്ടിലെ പുള്ളിക്കാരന് കുറച്ച് ലാളന കൂടുതൽ കൊടുക്കുന്നതുകൊണ്ടും നമ്മളെ പ്രത്യേകിച്ച് അങ്ങോട്ട് നോക്കാത്തത് കൊണ്ടൊക്കെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഇഷ്ടത്തിൽ കറങ്ങി നടക്കുക. പിന്നെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച് കഴിഞ്ഞാല് ആദ്യം പുള്ളിക്കാരൻ അടി കിട്ടിയിട്ടേ പിന്നെ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ പുള്ളിക്കാരനെ കണ്ട് പഠിച്ചതിന്റെ ഒരു ഫലമായിട്ട് ഒരു ഗുണം കൂടെ കിട്ടി. അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണെന്ന് എനിക്കറിയില്ല. 1ാം ക്ലാസ് തുടങ്ങി പ്രണയിക്കാൻ പഠിച്ചു. 1ാം ക്ലാസ്സിൽ ഒരു പ്രണയം, 2ാം ക്ലാസ്സിൽ ഒരു പ്രണയം, 3ാം ക്ലാസ്സിൽ 2 പ്രണയം ഉണ്ടായിരുന്നു. 3ാം ക്ലാസ് പകുതിക്ക് വെച്ച് ഞങ്ങളെ ഫാമിലിയിൽ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ആ സ്കൂളിലും ഒരു പ്രണയം കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പ്രണയം ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ 10ാം ക്ലാസ് വരെയൊക്കെ നല്ല രസത്തിൽ ഓരോ ക്ലാസ്സിൽ ഓരോരുത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ടാ ഏകദേശം 9-10ഓടുകൂടിയൊക്കെ നമുക്ക് ഒരു നല്ലൊരു പ്രണയത്തിലേക്ക് ചെന്ന് ചാടി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പുള്ളിക്കാരിയെ എങ്ങനെ ഇംപ്രസ് ചെയ്യിക്കണം, എങ്ങനെ ആളുടെ ഇഷ്ടം പിടിച്ചു വെട്ടാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യുന്ന ഒരു അവസ്ഥ പ്രണയിച്ചവർക്കൊക്കെ ഏകദേശം അറിയാൻ പറ്റും. പ്രണയിക്കാത്തവരായിട്ട് ആരും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അങ്ങനെയും പറയാം. അപ്പോ എന്തും നമ്മളെ ഇപ്പോ ഇല്ലാത്ത ഷർട്ട് കൂട്ടുകാരൻ്റെ നിന്ന് കടം വാങ്ങിച്ചിട്ടിട്ട് വരെ രാവിലെ ഇങ്ങനെ റെഡി ആയിട്ട് സെറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ആ പ്രണയത്തിന്റെ ഒരു തീം തന്നെ. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഇംപ്രസ് ചെയ്യുക. രാവിലെ തന്നെ അവർ പോകുന്ന സ്ഥലത്ത് ചെന്നിരിക്കുക, അവരെ കാണാനായിട്ട് ഇങ്ങനെ ചുള്ളായിട്ടിരിക്കുക, വണ്ടിയില്ലെങ്കിൽ കൂട്ടുകാരന്മാരെ നിന്ന് വണ്ടി വാങ്ങിച്ചിട്ട് ചെന്ന് ഇതയ്ക്കുക. ഇങ്ങനെ തുടങ്ങി അവരുടെ ഇഷ്ടങ്ങളെ ഇംപ്രസ് ചെയ്യിച്ച് ലാസ്റ്റ് അവര് വീണ് പിന്നീട് എന്ത് ചെയ്തു, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടാണ് ട്വിസ്റ്റ് വരുന്നത്. അവർ ഇംപ്രസ്സായി വീണ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങയുടെ ലൈഫില് പിന്നെ അവരുടെ ഇഷ്ടങ്ങൾ ഓരോന്ന് അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ചിലപ്പോൾ അത് വേണം, ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ തുടങ്ങിയിട്ട് അവരുടെ ഇഷ്ടങ്ങൾ നമ്മളുമായി പങ്കുവെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ഒരു വീഴ്ചയാണ്. അവർക്ക് അത് വേണം, അവർക്ക് ഇത് വേണം. പിന്നെ നമ്മളുടെ രാവിലെ തന്നെയുള്ള പഠനം, അതുപോലെ തന്നെ പകല് മുഴുവൻ പഠനം, കളി, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രി മുഴുവൻ അവരുമായിട്ടുള്ള സംസാരം. പിന്നെ നമ്മള് പിറ്റേ ദിവസം രാവിലെ ഉറക്കം കറക്റ്റ് ആവണില്ല. ഫുള്ള് അതിപ്പോ ജോലിക്കാരാണെങ്കിൽ, ഞാൻ എന്റെ കാര്യം മാത്രമല്ല, പൊതുവെ ജോലിക്കാരാണെങ്കിൽ പോലും പകല് മുഴുവൻ നമ്മൾ ജോലി എടുക്കുക, രാത്രി അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക. ഇങ്ങനെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളിങ്ങനെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊക്കെ ഒരു സമയം വരെ നമ്മൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രത്യേകത ഉണ്ട്.
എന്റെ ഡിയറസ്റ്റ് വൈഫും കൂടെ കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് മിക്കവാറും കുടുംബകലഹത്തിന് സാധ്യത കൂടുതലാണ്. എന്റെ ലൈഫിൽ ഇതുവരെ വൈഫിനോട് പറയാത്ത ഒരു സീക്രറ്റും കൂടിയാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, കറക്റ്റ് ആണ്. ഇത് എന്തിനാണാവോ വെറുതെ രസത്തിന് ഇപ്പൊ സാറ് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വെറൈറ്റി സബ്ജക്ട് എടുത്തുന്നുള്ളൂ കേട്ടാ. എന്റെ ഉള്ളിലുള്ളതൊക്കെ ഇങ്ങനെ തിളക്കണ് പറയാനായിട്ട്. അപ്പോ ആ സംഭവം ആരെങ്കിലോടൊന്ന് പറയണ്ടേ എന്ന് വിചാരിച്ചപ്പോഴാണ് കറക്റ്റ് ഒരു സ്ഥലം കിട്ടിയത് എനിക്ക് പറയാനായിട്ട്. അപ്പോ ഈ ഞാൻ സാറ്റർഡേ ആണ് സാധാരണ വീട്ടിലേക്ക് പോകാറ്. അപ്പോ ഇത്തവണ സൺഡേ മോർണിംഗ് ക്ലാസ്സിൽ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് വിളിച്ച് എന്നെ ഒന്ന് തിരികെ കൊണ്ടുവരാമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ ഈ ഒരു അവസ്ഥ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, എന്റെ പ്രണയത്തിൽ ശരിക്കും ഒരു തോറ്റുപോയിട്ടുള്ള ഒരു സ്റ്റേജാണ് നെക്സ്റ്റ്. അതായത് നമ്മുടെ +2 ഡിഗ്രി +2 കഴിഞ്ഞു. നമ്മുടെ ഡിഗ്രി ഒക്കെ ഞാൻ മാക്സിമം ഇങ്ങനെ എൻജോയ് ചെയ്ത് ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് മാക്സിമം ഞാനിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരി നമ്മളെ വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ പോയാൽ പറ്റൂല, നീ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണ്ട, നിന്റെ അവിടുത്തെ പഠനം നിർത്തിക്കോ, എന്നിട്ട് എന്ത് ചെയ്തു, നിനക്ക് ജോലി ചെയ്ത് പഠിച്ചോ, അതാകുമ്പോ 3 വർഷം വെറുതെ ഇനി കയറി കളയണ്ട, ജോലി ചെയ്ത് പഠിക്കുമ്പോൾ ഒരു ഇൻകം കൂടെ നിനക്ക് കിട്ടും, ഹോസ്റ്റലാകുമ്പോൾ വെറുതെ സമയം പോക്കാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഫുള്ള് ടോർച്ചർ ചെയ്ത് അവിടെ നിന്ന് തിരിപ്പിച്ചു. അപ്പോ ആ ഒരു ഇത് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ഫസ്റ്റ് സെം എക്സാം എഴുതിയില്ല, എക്സാം എഴുതാതെ തന്നെ ഇറങ്ങി. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഷോപ്പിൽ വന്ന് ജോലിക്ക് കയറി. കൊച്ചിയിൽ ആദ്യമായിട്ട് ഒരു ഷോപ്പിൽ വന്ന് ജോലിക്ക് കയറി. അങ്ങനെ വന്നിട്ട് പിന്നെ പുള്ളിക്കാരിക്ക് ആ ഷോപ്പ് ഇഷ്ടമായില്ല. പിന്നെ പുള്ളിക്കാരി നമ്മളെ വീണ്ടും അത് വേണ്ട എന്ന് പറഞ്ഞ് ഇതാക്കി. പിന്നെ അവിടെ നിന്ന് വേറൊരു ഷോപ്പിലേക്ക് കയറി, അതിനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്നിടത്ത് കയറി. അവിടെ നിന്ന് അതും പുള്ളിക്കാരിക്ക് ഇഷ്ടമായില്ല. പിന്നെ വേറൊരു ഇത്, ഇങ്ങനെ എന്റെ ജോലികള് പലതരമായിട്ട് ഇങ്ങനെ മാറി 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 ഇങ്ങനെ കൊണ്ടിരുന്നു. ഇങ്ങനെ അതിങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തു, എന്നെ ഒറ്റക്ക് ഒരു സ്ഥലത്ത് പിടിച്ചിരുത്താൻ വേണ്ടി പുള്ളിക്കാരി ട്രൈ ചെയ്ത എല്ലാ കാര്യങ്ങളും സക്സസ് ആയി എന്ന് പറയണം. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇതുപോലൊരു സ്ഥലത്ത്, ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ വണ്ടിയുടെ ഉള്ളിലാണ്, ഞാൻ വണ്ടിയുടെ ഉള്ളിൽ നിന്നാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു വണ്ടിയിൽ ലോകം ചുറ്റാനായിട്ട് ഞാൻ റെഡി ആയി എന്നുള്ളതാണ്. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് വർഷങ്ങളോളം ഞാൻ ഈ ഒറ്റക്കുള്ള യാത്രയിലാണ്. ഫുൾ ഹാപ്പിയാണ്. എന്നിരുന്നാലും ഞാൻ ആ ഇത് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ഇപ്പോൾ ഓക്കെയാണ്. ഫുൾ അത് ട്വിസ്റ്റ് ചെയ്ത കഥ ഞാൻ എന്തായാലും പിന്നീട് പറയുന്നതാണ്. അപ്പോ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഒന്ന് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാല് റിലേറ്റീവ്സിനെ വീട്ടിലേക്ക് പോകുന്നത്, പുള്ളിക്കാരിയുടെ ഈ ടോർച്ചർ സഹിക്കാൻ പറ്റാണ്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ വീട്ടുകാരെ അനുസരിക്കാണ്ടായി. ഫ്രണ്ട്സിനായിട്ട് കണ്ടാൽ പോലും അധികം സംസാരിക്കാൻ പറ്റാതെ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുക, ഫുള്ള് ഇൻട്രോവേർട്ട് പോലെയൊക്കെ ആയി തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാല്, ഞാൻ പൊതുവെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് സംസാരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും സംസാരിക്കാനായിട്ട്. പക്ഷെ ഇത് മൈൻഡ് ഇങ്ങനെ നമ്മളെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആകെ നമ്മളെ ടോർച്ചർ ചെയ്ത് ഇങ്ങനെ വരും. അപ്പോ അങ്ങനെ എന്ത് ചെയ്തു, എല്ലാ സമാധാനത്തിലൊന്നും ജോലി ചെയ്യാൻ പറ്റാണ്ടായി. പിന്നെ ഒരു ബുക്ക് വായിക്കാൻ പറ്റൂല, റിലേറ്റീവ്സ് ആയിട്ട് ഇതുപോലെ കറങ്ങാൻ പറ്റൂല, ഫ്രണ്ട്സ് ആയിട്ട് കറങ്ങാൻ പറ്റൂല. എന്ത് പറയാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ ഒരു പത്രം പോലും നമ്മളെ വായിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. പിന്നെ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് സമാധാനത്തിൽ ഒരാളായിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു അടിമയെ പോലെ ആയ ഒരു അവസ്ഥ. ഈ ആർക്കെങ്കിലും ഉണ്ടായിട്ടേ ഇങ്ങനത്തെ ഒരു പ്രണയം? അധികം ഇന്ററാക്ഷൻ സമയമൊന്നുമില്ല കേട്ടോ നമുക്ക്. പ്രണയിക്കാൻ സമയം കിട്ടിയില്ല, പഠനവും അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെരി ഗുഡ് ലൈഫിനെ പ്രണയിച്ച് വെരി ഗുഡ് പ്രണയിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അത് ഉണ്ടാവും. പിന്നെ ഇഷ്ടം പോലെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പ്രണയം, എന്റെ പ്രണയിനി ആയിട്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്റെ മൈൻഡിനെയാണ്. നമ്മളുടെയൊക്കെ മൈൻഡാണ് ഞാനിപ്പോ പ്രണയിനി, അതായത് പ്രണയിക്കുന്നവൻ, നമ്മുടെ ലവർ ഒക്കെ പറഞ്ഞത്. നമ്മളെ പിടിച്ച് പുള്ളിക്കാരുടെ കൺട്രോളിൽ കൊണ്ടുനടത്തുന്ന ഒരു മൈൻഡ്.
സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സോഷ്യൽ മീഡിയ വെറുതെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കാണുന്നതൊക്കെ പുള്ളിക്കാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ്. അതുപോലെ നമ്മൾ എന്തും നമ്മൾ ഇവിടെ ചെയ്യുന്ന എല്ലാ കാര്യം ഇപ്പൊ നമ്മളൊരു പേപ്പർ വായിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരി എന്ത് ചെയ്യും, നമ്മളോട് അത് മതി, അത്ര വായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യും. ഇപ്പോ എന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും, ഇപ്പൊ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും അടുത്ത എന്തൊരു കാര്യം ചെയ്യണം എന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നുണ്ടാവും പലരും. എല്ലാവരും അല്ല, പൊതുവെ. അതായത് നമ്മുടെ തോട്ട് ഏകദേശം 86,400 സെക്കൻഡാണ് നമ്മുടെ ഒരു ദിവസം 24 മണിക്കൂറിലുള്ളത്. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പഠനം അനുസരിച്ച് 50,000 to 80,000 വരെ നമ്മളുടെ തോട്ട്സ് നമ്മളിലൂടെ ഇങ്ങനെ ബ്രെയിനിലൂടെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ദിവസം. ആകെ 1.5 മണിക്കൂറിന്റെ അടുത്ത് ശരിക്ക് റിലാക്സ് ടൈം കാണിക്കുന്നുള്ളൂ. ബാക്കി ഫുള്ള് എല്ലാവരും അല്ല, ഒരു പരിധി വരെ ഇങ്ങനെ നമ്മളിലൂടെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ പോലും എനിക്ക് അടുത്ത ഒരു ചിന്തയുണ്ട്, ഞാൻ ഈ വണ്ടി അടുത്തൊരു സ്പോട്ടിലേക്ക് എനിക്കൊന്ന് എത്തിക്കാനുണ്ട്. അങ്ങനെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. ഒന്നിലൊരു ഫോക്കസ് ഇല്ല. ഇപ്പൊ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഇപ്പൊ നമ്മൾ ഒരു ചായ കുടിക്കുമ്പോൾ പോലും നമ്മൾ ഡിസ്റ്റർബിങ് ആണ്. അപ്പൊ അടുത്തൊരു ടി വി വെക്കാന്ന് പറയും. ടി വി കാണുമ്പോൾ പറയും വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയും. ഇപ്പൊ ഡ്രസ്സ് അയൺ ചെയ്യുമ്പോൾ അതവിടെ വെച്ചിട്ട് വേറൊരു പരിപാടി ചെയ്യാൻ പറയും. ഇങ്ങനെ നമ്മളെ ഇങ്ങനെ അതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റി 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 ഇങ്ങനെ കൊണ്ടിരിക്കും. നമ്മള് ആ മൈൻഡിന്റെ കൺട്രോളിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ഇന്നത്തെ എന്റെ സബ്ജക്ട് മൈൻഡ് ഹാക്കിംഗ് എന്നുള്ളതാണ്. മൈൻഡ് ഹാക്കിങ്ങിനെ കുറിച്ച് ഞാനൊരു ചെറിയൊരു ഒരു ഉദാഹരണ സഹിതം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നാണ് നിങ്ങളുടെ അടുത്ത്. മൈൻഡ് ഹാക്കിംഗ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടൊരു കഥയും കൂടെ പറഞ്ഞുതരാം. ഒരു 3 വർഷം മുമ്പ് ഞാൻ ഇതുപോലെ എന്റെ വണ്ടിയുടെ ബാക്കിൽ ഞാനിങ്ങനെ മാഡ് ഡ്രൈവർ എന്ന് ഞാൻ അടിച്ചിട്ടുണ്ട്. ചെറിയൊരു വണ്ടി പ്രാന്ത് ശബ്ദം ക്ലിയർ ആവുന്നില്ലല്ലോ. ഇങ്ങനെ മാഡ് ഡ്രൈവറിന് ഞാൻ വലിയ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ അതിങ്ങനെ പോയിക്കുന്നു. 1 വർഷം പോയി. വോയിസ് ക്ലിയർ അല്ലേ? ഇപ്പൊ കേൾക്കണോ? കേൾക്കണ്ട. ഇപ്പോഴും കേൾക്കുന്നു. ഹലോ, ഓക്കെ അല്ലേ? ഇപ്പോഴും ഓക്കെ. കേൾക്കണ്ട? ഇപ്പൊ കേൾക്കുന്നുണ്ട്, നേരത്തെ കേട്ടില്ലായിരുന്നു. ഓക്കെ. അങ്ങനെ ഒരു 3 വർഷം മുമ്പ് ഒരു പോലീസുകാരനാണ് എന്നെ ശരിക്കും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത്. ആ പുള്ളിക്കാരൻ എന്റെ വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ ഒരു ബ്ലോക്കിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ എഴുതി വെച്ചത് കാണാണ്, മാഡ് ഡ്രൈവർ. ഒരു മാഡ് ഡ്രൈവറാണ് ഇത് വണ്ടി ഓടിക്കുന്നത് എന്നുള്ളൊരു തോട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പുള്ളിക്കാരൻ എന്റെ വണ്ടി ആ ബ്ലോക്ക് മാറിയതോടുകൂടി എന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വട്ടം വെച്ചിട്ട് പുള്ളിക്കാരൻ തന്നെ വന്ന് അത് വലിച്ച് കീറിക്കളഞ്ഞ് അങ്ങനെ പുള്ളി പോയി. അതിന് എനിക്ക് ഫൈനൊന്നും അടിച്ചില്ല, എന്നോട്ടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി പോയത്. പക്ഷെ അതെനിക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാക്കി, ഒരുപാട് വിഷമമുണ്ടാക്കി. എന്ന് വെച്ചാല് ഒന്നുമില്ല, അതിലൊരു സംഭവം ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു കാര്യമില്ലെങ്കിൽ കൂടി നമ്മൾക്കതൊരു ഭയങ്കരമായിട്ട് അങ്ങനെ ഒരാൾ നമ്മളെ ഫോഴ്സ് ചെയ്ത് നമ്മുടെ ഇഷ്ടങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ഭയങ്കര ഒരു ഇത്. അപ്പൊ അതിൽ നിന്നും ഉടലെടുത്തൊരു കാര്യമാണ് അതിനെ കുറിച്ചുള്ള നിയമങ്ങൾ പഠിക്കണം. അതുമായിട്ട് ഉള്ള അങ്ങനെ ഇനി ഒരാൾ നമ്മളെ അതിന് പുറത്ത് പുള്ളിക്കാരൻ മോശമായിട്ട് കുറച്ച് വാക്കുകളും കൂടെ യൂസ് ചെയ്തു കേട്ടോ. അതും കൂടിയാണ് കൂടുതൽ എനിക്ക് ഇതായത്. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നും ഇതുപോലെ ആരും മോശമായിട്ടൊന്നും സംസാരിക്കാറുണ്ട്. നമ്മ അതിനുള്ള അവസരങ്ങൾ ആർക്കും ഉണ്ടാക്കാറുമില്ല. നമ്മ അത്രയും ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ഒരു വിഷയം എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിയപ്പോ എനിക്ക് അപ്പോഴാണ് അപ്പോഴും എന്റെ മൈൻഡ് പറഞ്ഞു വിട്ടുകള, അതൊക്കെ പോട്ടെ, അതൊക്കെ സ്വാഭാവികമാണ് എന്നൊക്കെ പറഞ്ഞ അപ്പോഴും എന്റെ മൈൻഡ് പറഞ്ഞെങ്കിലും അവിടെ നിന്ന് എന്റെ മൈൻഡിനെ ഞാൻ എന്ത് ചെയ്തു, പിടിച്ചു. അത് പറ്റൂല, അതെനിക്ക് മാനസികമായിട്ട് വിഷമമുണ്ടാക്കി. അത് ഞാൻ എന്ത് ചെയ്തു, പുള്ളി കൺട്രോൾ ചെയ്തു. എന്നിട്ട് ഇത് ഇങ്ങനെ വീണ്ടും പഠിക്കുന്നതിനെ കുറിച്ചിട്ട് ചിന്തിച്ചു. എനിക്ക് എന്തായാലും LLB എടുക്കണം, ഇതിനെ കുറിച്ച് ഒരു അഡ്വക്കേറ്റ് ആവണം, എന്നാലേ നിയമങ്ങള് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. അങ്ങനെ ഒരു വാശിപ്പത്ത് എന്ത് ചെയ്തു. അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു, പലയിടത്തേക്കും വിളിച്ചു. പിറ്റേ ദിവസം തന്നെ ഒരു സ്ഥലത്ത് ഡിഗ്രി എന്റെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, അഡ്മിഷൻ എടുത്തു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് ഉള്ള കുറെ ഫ്രണ്ട്സുകളെ കിട്ടി. അവരുമായിട്ട് ഡിപ്ലോമ കോഴ്സുകൾ ചെയ്തു. പിന്നെ മെന്റലിസം, ഹിപ്നോട്ടിസം, ഇതിന്റെയൊക്കെ 1, 2, 3,
4 വരെ ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ട്. അതുപോലെ മെന്റലിസവും ഇതുപോലെ 3 ആളുകളെ ഹിപ്നോസിസം പഠിച്ചു. ഇപ്പൊ മെസ്മറിസം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് ഒരു വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, അതുപോലെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇതൊക്കെ ഞാൻ നേടി. ഇതെല്ലാം നേടിയത് എന്റെ മൈൻഡിനെ ഞാൻ കൺട്രോൾ ചെയ്തുകൊണ്ടാണ്, എന്റെ മൈൻഡിനെ ഞാൻ ഹാക്ക് ചെയ്തുകൊണ്ടാണ്. അത് മൈൻഡിനെ ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തോട്ട്സിനെ ഹാക്ക് ചെയ്യണം. നമ്മുടെ തോട്ട്സിനെ ഹാക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ഫോക്കസിനെ ഹാക്ക് ചെയ്യുക. നമ്മുടെ ഫോക്കസ് നമ്മള് കുറച്ചു നേരം നമ്മളൊരു സ്ഥലത്തേക്ക് നോക്കി അപ്പൊ തന്നെ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ കൊണ്ടുപോകും, വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. നമ്മളത് ചെയ്യരുത്. നമുക്കൊരു ടാർഗറ്റ് വെക്കുക, ആ ടാർഗറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇമോഷൻസിനൊക്കെ ഹാക്ക് ചെയ്യുക. ആര് വിചാരിച്ചാലും നമ്മൾക്ക് ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മളാണ്, അല്ലാണ്ട് മറ്റുള്ളവർ. ഇപ്പോ ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ആരോ ചെയ്തൊരു തെറ്റിന് നമ്മൾ നമ്മളെ ശരീരത്തെ തന്നെ ശിക്ഷിക്കുന്ന ഒരവസ്ഥയാണ് ഈ ദേഷ്യം എന്നൊക്കെ പറയണത്. അത് ഇത്തിരി കാര്യം നമ്മുടെ ഇമോഷൻസിന്റെ എല്ലാം കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അത് അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ചെയ്തത്, അത് വെറും തെറ്റായ ധാരണയാണ്. അതിന്റെ ആവശ്യമില്ല. നമ്മളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം സെറ്റ്, എല്ലാം ഓക്കെയാണ്. അതുപോലെ നമ്മളെ ഹാബിറ്റിനെ ഹാക്ക് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ വന്നിട്ടുള്ള കാര്യം തന്നെയാണ്. ഹാബിറ്റിനെ ഹാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിലത്തെ ഒരു 21 റൂൾസ് ഒക്കെ, 21 ദിവസം നമ്മളൊരു ഹാബിറ്റ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ പിന്തുടർന്ന് പോരുന്നതാണ്. അത് കറക്റ്റ് ആണ്. ഞാനിതെല്ലാം ചെയ്തു, മെഡിറ്റേഷനൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിന് കൃത്യമായിട്ട് സമയമില്ലെങ്കിലും ഒന്നില്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ പകല് ആയിട്ട് ഞാൻ കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ്. ഇത് നമ്മുടെ വിമ്പിളിൽ തന്നെ സേവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ടും 21 ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ രാവിലെ തന്നെ അത് അങ്ങനെ ചോദിക്കാനുള്ളത് കൊണ്ടും നമ്മള് ഇത് ഫവാസ് സാർ പറ്റി പറഞ്ഞ പോലെ ഫവാസ് സാർ പറ്റി പുള്ളിക്കാരൻ വിളിച്ചും ഇന്ന് ചെയ്തോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഒരാൾ പ്രേരണയും കൂടി ചെയ്തതിന്റെ ഫലമായിട്ട് കൃത്യമായിട്ട് രാവിലെ തന്നെ അത് മെഡിറ്റേഷന് അതുപോലെ അഫർമേഷൻ കൊടുക്കുക, നമുക്ക് വിഷ്വലൈസേഷൻ കൊടുക്കുക, പിന്നെ നമ്മൾ റീഡ് ചെയ്യുക, അതുപോലെ എക്സസൈസ് ചെയ്യുക. ഇത് സെറ്റ് ചെയ്ത് ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ വീണ്ടും ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്തു, ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മെഡിറ്റേഷൻ നമ്മൾ കറക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മൈൻഡ് ഫുൾ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും, 100% പറ്റും. നമ്മളുടെ രാവിലെ തന്നെയുള്ള ഇത് ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യാൻ നമ്മുടെ ശരീരത്തെ ആദ്യം റിലാക്സ് ആക്കണം. ശരീരത്തെ റിലാക്സ് ആക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യലാണ്. അപ്പോ എല്ലാവരും കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ നമ്മളാണ് സക്സസ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്, അത് മനസ്സിലാക്കുക. നമ്മളെക്കാൾ നമ്മളറിയുന്ന ഒരു നല്ലൊരു ഫ്രണ്ട് വേറെ ലോകത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. വേറൊരാൾക്കും വേണ്ടി നമ്മളുടെ സമയം വെറുതെ വേസ്റ്റ് ആയിട്ട് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടതും ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളാണ് നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ട്. ലൈഫ് അടിപൊളിയാക്കുക, ഹാപ്പി ആക്കുക. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അൻസാർ പസിൽ ഓപ്പൺ ഓക്കെ. ഞാനത് ആരെങ്കിലും മറന്നുപോയോന്ന് അറിയാൻ വേണ്ടിട്ടാണ്. അപ്പൊ ടീച്ചർ കൃത്യമായി റിയലി പ്രൗഡ് ഓഫ് യു ടു. അടിപൊളിയായിട്ടുണ്ട്. ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ്, യു നോ, മൈൻഡ് ഹാക്കിംഗ്, മൈൻഡ് ബ്ലോയിങ് ആയിട്ടുണ്ട്. താങ്ക് യു. അപ്പോ ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ഓക്കെ താങ്ക് യു ഓൾ. അപ്പോ ഈ പസിൽ ക്യൂബ് ഞാൻ ഇതിന്റെ അകത്ത് പൊതിഞ്ഞു വെച്ചപ്പോ ഞാനൊരു വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകളായിട്ടാണ് വെച്ചത്. ഇതിന്റെ അകത്ത് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇതിന്റെ അകത്ത് നിങ്ങളൊന്ന് ശ്രദ്ധയോടെ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇന്റർനാഷണൽ ലെവലിൽ ഈ പസിൽ ക്യൂബ് ക്ലിയർ ചെയ്യുന്നവർ ആദ്യം ക്ലിയർ ചെയ്യുന്നത് വൈറ്റ് പോർഷൻ ആണ്. അതിന്റെ വൈറ്റ് പോർഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലിയർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്കത് ഫീൽ വരും. മൈൻഡിലൊന്ന് കൊണ്ടുവരിക നന്നായിട്ട്. അത് വൈറ്റ് പോർഷൻ നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. നെക്സ്റ്റ് നമ്മൾക്ക് അതിന്റെ സെക്കൻഡ് ലെവലാണ്. സെക്കൻഡ് ലെവൽ എല്ലാ പോർഷന്റെയും ഒരുമിച്ച് നമ്മൾ ക്ലിയർ ചെയ്യണം.
വൈറ്റ് പോർഷൻ ക്ലിയർ ആകുമ്പോൾ ഫസ്റ്റ് പോർഷൻ അത് 3 തട്ടിലാണ് ഈ റുബിക്സ് ക്യൂബ് ഇരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പോർഷൻ ക്ലിയർ ആയിരിക്കുമ്പോൾ നമ്മളുടെ സെക്കൻഡ് പോർഷൻ അതിന്റെ ഫസ്റ്റിലെ എല്ലാ കളറുകളും കറക്റ്റ് ആവും. സെക്കൻഡ് പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ സെൻട്രൽ പോർഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. തേർഡ് പോർഷൻ വരുന്നത് യെല്ലോ ഭാഗമാണ്, ഏറ്റവും വൈറ്റിന്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് വരുന്നത് യെല്ലോ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ യെല്ലോ ഭാഗമാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത്. ഇത് നമ്മളിന്ന് മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. ആ ഫുൾ ക്ലിയർ ആയിട്ടുള്ള ഒരു റുബിക്സ് ക്യൂബ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. എല്ലാവരും ഓക്കെ ആണോ? സെറ്റായാ എല്ലാം ഓക്കെ അല്ലേ? സെറ്റാണ്. ആ അപ്പോ ഇത് ഒരു മെന്റലിസം എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ തരാം. മെന്റലിസം എന്ന് പറയുന്നത് മാജിക്കിന്റെ ഒക്കെ ഒരു അപ്ഡേറ്റഡ് ലെവലാണ്. അത് പലരും ഇത് വീഡിയോസിൽ അത് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ മിസ്യൂസ് ചെയ്യലുണ്ട്. അതിന്റെ അഡ്വർടൈസ്മെന്റ് മിസ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ മറ്റുള്ളവരെ മനസ്സ് റീഡ് ചെയ്യാം, മറ്റുള്ളവരെ മനസ്സ് വായിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ഒരാളുടെ മൈൻഡ് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് ഫുൾ 100% അയാളുടെ പേഴ്സണൽ കൺട്രോളാണ്. നമുക്കത് റീഡ് ചെയ്യാൻ മറ്റൊരാൾക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അത് ഒന്നില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ ഇതിൻ്റെ അടുത്ത് മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ആളുടെ പേര് പറയുമ്പോൾ ഫ്രണ്ട്സിന്റെ പേര് പറയണത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾ. ഇതെല്ലാം അവര് തന്നെ നേരത്തെ നമ്മൾ പീക്ക് ചെയ്യുന്നതോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓരോ ഇതുണ്ട്, ടെക്നിക്കുകൾ ഉണ്ട് നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അതുമായി മുഖേന ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആരും ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പൈസകൾ ഹ്യൂജ് എമൗണ്ട് ഒക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യുന്നവരുണ്ട്, ക്ലാസ് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുക. ഇത്രേ ഉള്ളൂ സംഭവം. ഇത് എല്ലാവരും നിങ്ങളുടെ അടുത്തൊന്ന് ഉണർത്തണം കൂടി ഉണ്ടായിരുന്നു. താങ്ക് യു ഓൾ. ഇതുവരെ എന്നെ കേട്ടുകൊണ്ടിരുന്ന എന്നെ സഹിച്ച എല്ലാവർക്കും, കുറച്ചു നേരം ടെൻഷൻ അടിച്ചിരുന്ന വൈഫിനും അതുപോലെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി പറയാണ്. താങ്ക് യു ഓൾ. നല്ലൊരു ക്ലാസ് ആയിരുന്നു, ഒരു വെറൈറ്റി ക്ലാസ്. സത്യത്തിന് എനിക്കൊരു ക്ലാസ് പോലെ ഫീൽ ചെയ്തില്ല. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്നോട് ഇന്ററാക്ട് ചെയ്യുന്ന പോലെ, ഒരു സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എമോഷൻസിനെ ഹാക്ക് ചെയ്യുന്ന പറഞ്ഞല്ലോ. അപ്പൊ എമോഷൻസിനെ ഹാക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും കുറച്ച് ടിപ്സ് പറഞ്ഞു തരാൻ പറ്റും? ഇമോഷൻസ് ഹാക്ക് ചെയ്യണത് നമ്മളെ ബ്രീത്തിങ് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനാണ്. നമ്മൾ ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന പോലുമില്ല നമ്മൾ ബ്രീത്ത് ചെയ്യണത്. നമ്മൾ ശരിക്കും എനിക്ക് തോന്നുന്നത് പലരും മോർണിംഗ് ക്ലാസ്സിൽ മെഡിറ്റേഷൻ വെക്കുമ്പോൾ ആ സാറ് പറയുന്നത് അനുസരിക്കുമ്പോൾ മാത്രമാണ് തോന്നണത് ഈ ബ്രീത്തിങ് ചെയ്യുന്നതിന് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. ശരിക്കും നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്താൽ തന്നെ നമ്മുടെ മൈൻഡ് നമ്മുടെ ഇമോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. എല്ലാ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മൈൻഡിലേക്ക് ഇങ്ങനെ വിഷ്വലൈസേഷൻ ഇങ്ങനെ കാണുക. നമ്മൾ ഓക്കെയാണ്. നമ്മളെ ഒരാൾക്കും നമ്മളെ ഇമോഷൻ എടുക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തന്നെ വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ അഫർമേഷൻ കൊടുത്തോണ്ടിരിക്കുക. നമ്മുടെ കൺട്രോൾ വരും, കൺഫേം ആയിട്ടും വരും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ആൻഡ് ആൻസർ ലാസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്ടായിരുന്നു. ആ മൈൻഡിനെ തന്നെയാണ് മാരേജ് ചെയ്തതും കംപ്ലീറ്റ് ആയില്ല. അല്ല ആ മൈൻഡല്ല മാരേജ് ചെയ്തത്. മൈൻഡ് അല്ലായിരുന്നു. അല്ല അത് എന്റെ വേറൊരു പ്രണയമായിരുന്നു. ഓ അങ്ങനെ. കൊറേ ഉണ്ടായിട്ടുണ്ടല്ലേ അപ്പൊ? പിന്നെ ഇഷ്ടംപോലെ. ഞാൻ പ്രണയിച്ച് തന്നെയായിട്ട് കെട്ടിയത്. ഞാൻ കുറച്ച് വർഷങ്ങൾ പ്രണയിച്ച് തന്നെയാണ് കല്യാണം കഴിച്ചത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ അൽഹംദുലില്ല ഏകദേശം ഒരു 14ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് വന്നോണ്ടിരിക്കുന്നത്. ഈ മാസം തന്നെയാണ് എന്റെ വെഡിങ് ആനിവേഴ്സറി. എല്ലാവരും ഗിഫ്റ്റുകളൊക്കെ അയക്കുക. ഒരുപാട് പ്രണയിച്ചു എന്ന് പറഞ്ഞല്ലോ വിവാഹത്തിന്റെ മുമ്പ്. വിവാഹത്തിന് ശേഷം മറ്റ് പ്രണയങ്ങൾ തുടരുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, അത് പ്രണയം നമ്മുടെ മൈൻഡാണല്ലോ. അതിങ്ങനെ നമ്മളെ ഡൈവേർട്ട് ചെയ്തോണ്ടിരിക്കും. പക്ഷെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്തിരുന്നാൽ മതി. ഇപ്പൊ പിന്നെ പേടിക്കാനില്ല, ഫുൾ കൺട്രോൾ അല്ലേ. ഓക്കെ. ഇപ്പൊ കൂടുതലും ഇതിലൊക്കെ തന്നെ ഫോക്കസ് കൊടുക്കുന്നത് പഠിക്കാനും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോ വേറെ എന്തിനും സമയം കിട്ടുന്നില്ലാന്ന്.
ഒന്ന് കഴിയുമ്പോഴത്തേനും അടുത്ത ഇതിലുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് അവരുമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപഴകുന്നത് കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ മെസ്മറിസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ അക്യുപഞ്ചർ നമ്മുടെ ബോഡിയെ കുറിച്ച് കംപ്ലീറ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മരുന്നില്ലാതെ നമ്മളെ തന്നെ ചികിത്സിക്കാന്നാണ് പറയുന്നത്. അപ്പൊ അത് എത്രത്തോളം സക്സസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിലും പോയിട്ട് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊക്കെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, അടിപൊളി സെഷൻ ആയിരുന്നു. എന്താ പറയാ, ഒരു താങ്ക് യു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെ ആയിരുന്നു കേട്ടാ. ഇങ്ങനെ ടൈം താങ്ക് യു താങ്ക് യു. സസ്പെൻസ് ഒക്കെ അൻസാർ പൊളിച്ചു. ഇങ്ങനെ കാണുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര അൻസാർ പുലിയ, ഇതുപോലെയല്ല ആള്. നല്ല താങ്ക് യു ക്ലാസ്. താങ്ക് യു. താങ്ക് യു. നല്ലൊരു സെഷൻ ആയിരുന്നു. ഭയങ്കര എനർജറ്റിക് ആയിട്ട് ആ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞല്ലോ എല്ലാ കാര്യത്തിലും. അത് ആ നമ്മളിൽ നിന്ന് ശരിക്കും കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ഫോക്കസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഉണ്ട് എന്നൊക്കെ ഉള്ളത്. എന്തായാലും അൻസാർ സാറിന്റെ വൈഫിനും കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സാറിന്റെ ക്ലാസ്സിൽ നിന്ന് താങ്ക് യു ഇപ്പോ ഓൾ. നമുക്കിപ്പോ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മറ്റുള്ളവരുടെ മൈൻഡിനെല്ലാം ഹാക്ക് ചെയ്യാൻ പോകേണ്ടത് നമ്മളുടെ മൈൻഡിനെ തന്നെയാണ്. യെസ് യെസ് കറക്റ്റ്. നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. അടിപൊളി സെഷൻ. സാറിന് ഡൗട്ട് താങ്ക് യു. ചോദിക്കട്ടെ? താങ്ക് യു താങ്ക് യു. സാറിന് ഡൗട്ട് ചോദിക്കട്ടെ? കേട്ടില്ല. നമ്മളെ മൈൻഡ് കേൾക്കുന്നില്ല? പറഞ്ഞോ പറഞ്ഞോ. നമ്മളെ മൈൻഡിനെ അത്രയും അങ്ങനെ ഹാക്ക് ചെയ്താല് ഈ മെന്റലിസം ഒക്കെ ചെയ്യാൻ വരുന്ന ആളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? മെന്റലിസം ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ശരി നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മെന്റലിസം ചെയ്യുന്ന ആർക്കും നമ്മളെ മെന്റലിസം ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കണം ഇത് ഹിപ്നോട്ടിസം ആയാൽ പോലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരാൾക്കും കയറാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയുക. ഒരിക്കലും ഒരാൾക്കും നിങ്ങളെ ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റില്ല, മെന്റലിസം ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് എന്താ പറയാ, ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ മാജിക് ഒക്കെ നമ്മൾ കാണുമ്പോൾ കണ്ടല്ലേ, നമ്മുടെ ഒരു തുപ്പിയുടെ ഉള്ളിൽ നിന്ന് ഒരു മുയലിനെ എടുക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് പുള്ളിക്കാരൻ കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അപ്പോ അതുപോലത്തെ ഒരു സിസ്റ്റം, അതിന്റെയൊക്കെ ഒരു അപ്ഡേറ്റഡ് ലെവലാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോൺ ലോക്ക് തുറക്കലും അതുപോലെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത്. നമ്മൾ കൊടുക്കാതെ അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ കൺട്രോളിൽ വെച്ച് കഴിഞ്ഞാല് ഒരാൾക്കും നമ്മളെ മൈൻഡിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. മൈൻഡിൽ ഈ ഹിപ്നോട്ടിസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറണം, സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തണം. അവര് ഉണർത്തണമെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അത് അംഗീകരിക്കണം എന്നുള്ളതാണ്. അത് അംഗീകരിക്കാത്തോടത്തോളം കാലം ഒരാൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓക്കെയാണ്. നമുക്ക് ഒരിക്കലും പിന്നെ അതിനെ കുറിച്ച് പറയാവേണ്ട ആവശ്യമില്ല. അതെ, സാറ് പറഞ്ഞ പോലെ മെന്റലിസം ഒക്കെ നമ്മുടെ ഫോക്കസ് മാറ്റുകയാണല്ലോ ചെയ്യുന്ന മെന്റലിസം ചെയ്യുന്ന ആള്. അതെ അപ്പൊ ആ ഫോക്കസ് അതെ നമ്മൾ അതെ. മാറുന്നില്ല. ആള് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മെന്റലിസം പറ്റില്ല വിജയിക്കില്ല, അത് എന്നുള്ളത് പോവും, പൊളിഞ്ഞു വിജയിക്കൂല പോവും. എന്ന് വിചാരിച്ച് ഒരു മെന്റലിസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എന്തെങ്കിലും ചെയ്തു വരുമ്പോൾ ആ സാറ് പറഞ്ഞിട്ടുണ്ട് ഒന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ആള് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർഫോമൻസിനെ നശിപ്പിക്കരുത് എന്നും കൂടെ ഞാൻ ഇതോടുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. സാറിന്റെ പണി ആ കിട്ടുമല്ലോ. അതെ 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 ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. ഇതെല്ലാം മെന്റലിസം ശരിക്കും ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ്, അല്ലാതെ അതിനൊന്നും ഒരു കാര്യമില്ല. ശരിക്കും പലരും ഈ മെന്റലിസ്റ്റുകളുടെ അടുത്ത് പോയിട്ട് എന്താണ് എനിക്ക് രോഗങ്ങൾക്ക് ചികിത്സ വരെ ചോദിക്കുന്ന ആളുകൾ വരെ ഉണ്ട് ശരിക്കും. അപ്പോ അതിലൊന്നും ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് അഡ്വാൻസ് എല്ലാവരുടെ അടുത്തും ഉണർത്തിയുള്ളൂ. മെന്റലിസം എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോം ആണല്ലോ മെയിൻ ആയിട്ട്. അപ്പൊ ആർട്ട് ഫോം ആണ്, മെയിൻ ഒരു ആർട്ട് ഫോം ആണ്. അത് ഞാൻ പറഞ്ഞത് മാജിക്കിന്റെ എത്രത്തോളം ഒരു പഠിച്ചിരുന്നു അപ്ഡേറ്റഡ് ലെവലായിട്ടാണ് കാണേണ്ടത്. അതെ, നമ്മൾ പഠിച്ചു മനസ്സിലായില്ലേ? എന്ന് പറയുന്നത് ആ ഒരു പ്രസന്റേഷൻ സ്കില്ലാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അതെ സത്യം സത്യം. പഠിച്ചാലും അതായ പ്രസന്റേഷൻ ലെവൽ ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതാണ് നല്ല പ്രാക്ടീസ്, കറക്റ്റ്. ആ ഒരു മൈൻഡിന്റെ ആ ഒരു ഫോക്കസ് ഇതിൽ വരണം. എന്നാൽ മാത്രമാണ് അത് അതെ നമ്മൾക്ക് പഠിച്ചിട്ട് ചെയ്താൽ അത് ശരിയാവുള്ളൂ.
പിന്നെ എല്ലാം ഇതുപോലെ നിങ്ങളെ ഹാക്ക് ചെയ്യുന്ന പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം, മെന്റലിസം പഠിച്ചവർ കൂടുതലും ബോഡിയുടെ, അതായത് നമ്മുടെ ബോഡിയുടെ ഒരു സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവും. അപ്പോ നമ്മളുടെ ഇത് അവര് ഒന്ന് രണ്ട് കാര്യം അശ്വമേധത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോ ചിലപ്പോ നമ്മൾ അതിൽ യെസ് യെസ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഏകദേശം കാര്യങ്ങൾ കത്തും. അങ്ങനെയൊക്കെ ആണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതും ഇതാക്കുന്നതൊക്കെ. എന്തായാലും രാവിലെ തന്നെ വന്നിട്ട് കുത്തിയിരുന്ന് കുറെ പേരുടെ മൈൻഡ് ഹാക്ക് ചെയ്തു. പ്രണയകഥ എന്നും പറഞ്ഞിട്ട് അവസാനം അത് മനസ്സായിരുന്നു പ്രണയം എന്ന് പറഞ്ഞ് പറ്റിച്ചു. സാർ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചതായിരുന്നു. അതെ അതെ അതെ. ഇപ്പൊ അവിടെ റിയൽ വിചാരിച്ചു, പക്ഷെ എല്ലാ പ്രതീക്ഷയും പോയി. റിയൽ ലവ് സ്റ്റോറിയാന്ന് വിചാരിച്ച് കേട്ടിരുന്നു പോയി, പറ്റിച്ചു. അല്ല എന്നാലേ പലരും ഞാനടക്കമുള്ളവര് സ്റ്റാർട്ടിങ്ങിൽ ക്ലാസ് കേട്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. ലിഫ്ന മാമാണ് നിർബന്ധിച്ച് ക്ലാസ് കേൾപ്പിച്ചിരുന്നത്. അപ്പോ നമ്മൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ കൺട്രോൾ ഒന്നുമല്ല, ഇത്ര സമയത്ത് എഴുന്നേക്കാം, ഇത്ര സമയത്ത് പോകണം എന്നുള്ളതൊന്നും. അപ്പോ ഞാൻ 5:30ക്കാണ് മാം ഇങ്ങനെ നോക്കുമ്പോ 5:30 അലാറം വെച്ച് എഴുന്നേക്കും. മാം എന്തായാലും നോക്കിയിട്ട് ഇന്ന് ക്ലാസ്സിൽ കയറിയില്ലല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ക്ലാസ്സിൽ കയറി അവിടെ ഇരിക്കും. അങ്ങനെ 1-2 ക്ലാസ്സൊക്കെ അങ്ങനെ മിസ്സായി പോയി. പിന്നീടാണ് അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും നമ്മളത് കേൾക്കണം എന്ന് ഒരു ഇത് വന്നത്. പിന്നീട് അവിടെ നിന്ന് എല്ലാ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുകയും ഫസ്റ്റ് കമന്റ് തന്നെ ഇടാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിന് ഞാൻ പോയി ഫസ്റ്റ് കമന്റ് ഇടുന്നതെന്നാണ് വിചാരിക്കുന്നത്. ആരോ കമന്റ് ഇട്ടിട്ടുണ്ട്, ലിഫ്നയാണ്. അല്ല, ഞാൻ സെക്കൻഡ് ആയിപ്പോയി. ഞാൻ ഫസ്റ്റ് ഇടണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അൻസാറിന്റെ, പക്ഷെ ജസ്റ്റ് ഒന്ന് മിസ്സായി. ഖലീദ് സാർ അല്ല നമ്മുടെ ഫവാസ് സാർ കേറിയിട്ടില്ലേ ക്ലാസ്സിൽ? ഫവാസിനെ കാണുന്നില്ലല്ലോ. ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, കേറിയിട്ടില്ലാന്ന് തോന്നുന്നു. ഉറങ്ങിയോ? ഇന്നലെ എന്റെ അടുത്ത് ഭയങ്കര ഇതൊക്കെ പറഞ്ഞു, ആള് കേറിയില്ല. അപ്പൊ നാളെ ഫവാസാണോ? നാളെ ഫവാസ് സാറാണ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു. എന്തായാലും ഈ പുള്ളീനെ ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ട്, നമ്മൾ ഒരേ നാട്ടുകാരാണ്. അതെ അതെ അതെ. ശരി, രണ്ടുപേരും തൃശ്ശൂരാണല്ലേ? ഇനി സ്വന്തം വീട്ടിലേക്ക് വരുമ്പോ വിളിക്കേ, ഞാൻ സൺഡേസ് വീട്ടിലുണ്ടാവും. അതെ അതെ, ഞങ്ങൾ അടുത്താണ് ശരിക്കും പറഞ്ഞാൽ. എന്റെ സ്വന്തം വീടിന്റെ കേട്ടാ, ഹസ്ബൻഡിന്റെ വീടിന്റെ അല്ല. ഞാൻ പിന്നെ അൻസാറിനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ 1-2 പ്രാവശ്യമൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അറിയാം. അപ്പൊ നമുക്ക് അല്ലേ? ഓക്കെ, താങ്ക് യു.